അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC സമനിലയിൽ നിന്നും വിജയത്തിലേക്ക് കരകയറുവാൻ വേണ്ടി നാളെ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ എതിരാളികൾ എന്നുള്ളത് ISLലെ തന്നെ വമ്പന്മാരായ അഥവാ സൂപ്പർ താരങ്ങളൊക്കെ കളിക്കുന്ന ടീമായ ഒഡീഷ FC തന്നെയാണ്. ഏതായാലും ഇരു ടീമുകളുടെയും കണക്കുകളൊക്കെ എടുത്തു നോക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തിരിച്ചടി എന്നുള്ളത് ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം തട്ടകമായ കൊച്ചിയിൽ വെച്ചല്ല മത്സരം നടക്കുന്നത് എന്നാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു എവേ മത്സരമാണ്. കഴിഞ്ഞതും എവേ മത്സരമായിരുന്നു, ഇതും ഏതായാലും ഒരു എവേ മത്സരം തന്നെയാണ്. ഏതായാലും മിക്കാൽ സ്റ്റേറെ ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ അണിനിരക്കാൻ സാധ്യതയുള്ളത് 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയാണ്. അതേസമയം കഴിഞ്ഞ ഒഡീഷ FCയുടെ മത്സരത്തിലെ ഫോർമേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ആദ്യ 11ൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു. ഏതായാലും എനിവേ കേരള ബ്ലാസ്റ്റേഴ്സ് FC സമനില വഴങ്ങിയതിന് ശേഷമാണ് ഒഡീഷ FCയെ നേരിടാൻ വേണ്ടി കളിക്കളത്തിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ഒഡീഷ FC നോക്കുകയാണെങ്കിൽ നിലവിൽ ISL ടേബിളിൽ 10ാം സ്ഥാനത്തുള്ള ഈ ഒരു ടീം കഴിഞ്ഞ ദിവസം ജംഷഡ്പൂർ FCയെ 2-1 എന്ന സ്കോറിൽ തോൽപ്പിച്ചതിന് ശേഷം വിജയിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ നേരിടാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വളരെ നിർണായകം തന്നെയായിരിക്കും. ഇനി ഏതായാലും നമുക്ക് ഇരു ടീമുകളുടെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഏതായാലും ഇരു ടീമുകളും ഇത്രയും കാലമായിട്ടും 23 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 9 തവണ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിജയിച്ചപ്പോൾ 7 തവണ മാത്രമാണ് ഒഡീഷ FC വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ 7 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ഇരു ടീമുകളുടെയും ഗോളുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 23 മത്സരങ്ങളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് FC 30 ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഗോളുകളുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒഡീഷ FC ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് 31 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും ഇരു ടീമുകളും ഏതാണ് വലിയ ടീം ഏതാണ് ചെറിയ ടീം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയല്ല. ഈക്വൽ ആയിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്ന മറ്റൊരു സംഭവമാണ് ഒഡീഷ FCയുടെ സൂപ്പർ താരമായ റോയ് കൃഷ്ണ എന്നുള്ളത്. റോയ് കൃഷ്ണയെ നാം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലൊക്കെ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ച ഒരു താരം തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ എന്തായിട്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. പക്ഷേ ചെറിയൊരു ആശ്വാസം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണ തന്റെ അസുഖങ്ങളെല്ലാം മാറിക്കൊണ്ട് വീണ്ടും ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഒഡീഷ FCക്കെതിരായുള്ള മത്സരത്തിൽ ആദ്യ 11ൽ തന്നെ നമുക്ക് ലൂണയെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇനി ഏതായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒഡീഷ FCക്കെതിരായുള്ള മത്സരത്തിൽ ഇറക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഗോൾ വല കാക്കുവാൻ വേണ്ടി മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഉണ്ടാവും. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ്, മിലോസ് റിഞ്ചിച്ച്, പ്രീതം കോട്ടാൽ, നവോച്ച സിംഗ് എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സെന്റർ ഡിഫൻഡേഴ്സുകളായിക്കൊണ്ട് പ്രീതം കോട്ടാലും മിലോസ് റിഞ്ചിച്ചും കളിക്കുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും കളിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി മിഡ്ഫീൽഡ് റോൾ നോക്കുകയാണെങ്കിൽ രണ്ട് മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് മലയാളി സൂപ്പർ താരമായ വിപിൻ മോഹനനും കൂടാതെ തന്നെ ഡാനിഷ് ഫാറൂഖും കളിക്കുമ്പോൾ ഇരുവർക്കും കുറച്ച് മുന്നിലായിക്കൊണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് മജീഷ്യൻ അഡ്രിയാൻ ലൂണയും കളിക്കാനാണ് നമ്മൾ സാധ്യത കാണുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് മലയാളി സൂപ്പർ താരമായ രാഹുൽ KPയും ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയെ നമുക്ക് കാണാൻ സാധിക്കും. ഇരുവർക്കും നടുവിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിമിനിസെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പോസിബിൾ ആയി തോന്നിയിട്ടുള്ള ഒരു ലൈനപ്പ് എന്നുള്ളത്. ഈ ഒരു ലൈനപ്പിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് നാളെ കളിക്കളത്തിൽ ഇറങ്ങുമെന്നുള്ള വാദമൊന്നും എനിക്കില്ല. ഏതായാലും ഈ ഒരു ലൈനപ്പിൽ മിക്കവാറും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ മിക്കാൽ സീറെ എടുത്തു കളയാൻ ചാൻസ് ഉള്ള ഒരു താരമാണ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഡാനിഷ് ഫാറൂഖ് എന്നുള്ളത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡാനിഷ് ഫാറൂഖ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരത്തെ അവിടെ കാണാനാണ് സാധ്യത കൂടുതലുള്ളത്. ഏതായാലും ഈ ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, കൂടാതെ തന്നെ നിങ്ങൾക്ക് പോസിബിൾ ആയി തോന്നുന്ന ഒരു ലൈനപ്പും അതോടൊപ്പം തന്നെ നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു പ്രീ മാച്ച് ടോക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകളും അനാലിസിസ് വീഡിയോകളും ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഏതായാലും മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റും അനാലിസിസ് വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.